ക്വാമെ പെപ്ര വാസ് ഫീലിംഗ് ദ ഹീറ്റ്. ഇന്ത്യൻ ഫുട്ബോൾ ഫ്രറ്റേണിറ്റിക്ക് അധികം പരിചയമില്ലാത്ത ചില ക്ലബ്ബുകളിൽ മുഖം കാണിച്ചിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാവുന്ന പ്രകടനങ്ങൾ കളത്തിൽ അങ്ങനെ കണക്കുകളില്ലാത്ത 23-കാരനെ ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസൺ മുന്നോടിയായി ടീമിലെത്തിക്കുമ്പോൾ പൊതുവെ അപരിചിതത്വവും പ്രതീക്ഷയുമാണ് ഉണ്ടായിരുന്നത്. ലീഗിലെ 23 വയസ്സിന് താഴെയുള്ള താരങ്ങളിൽ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലെയർ എന്നതായിരുന്നു പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയത്. 23 വയസ്സുള്ള ഒരു താരം ദീർഘകാലത്തേക്കുള്ള നിക്ഷേപം കൂടിയാണല്ലോ. ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ സീസൺ ആരംഭിച്ചെങ്കിലും പെപ്ര പ്രതീക്ഷയ്ക്കത്തുയർന്നില്ല. വർക്ക് റേറ്റ് ഭേദപ്പെട്ടിരുന്നു, പക്ഷേ റിസൾട്ട് കണ്ടില്ല. ആരാധകർ അക്ഷമരാവാൻ തുടങ്ങി. വിമർശനങ്ങളുണ്ടായി. പരിശീലകൻ ഇവാൻ വുക്കുമാനോവിച്ച് പലതവണ പെപ്രയെ പ്രതിരോധിച്ച് സംസാരിച്ചു. ഒടുവിൽ ചെന്നൈയിൻ എഫ്സിക്കെതിരെ നടന്ന കളിയെത്തി. സദേൺ ഡർബി അതിന്റെ പീക്കിലെത്തിയപ്പോൾ 24-ാം മിനിറ്റിൽ തന്നെ ചെന്നൈയിൻ 1-3 എന്ന നിലയിൽ മുന്നിൽ. 38-ാം മിനിറ്റ് ലൂണയുടെ പാസ് എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന പെപ്രയിലേക്ക്. ചുറ്റും 4-5 ചെന്നൈയിൻ ഡിഫൻഡർമാർ. പെപ്രയുടെ ഒരു ടേൺ, ഇരുവശത്തു നിന്നും ബ്ലോക്ക് ചെയ്യുന്നവരെയൊക്കെ മറികടന്ന് ആ പവർഫുൾ ഷോട്ട് ചെന്നൈയിൻ വല തുളയ്ക്കുന്നു. ഓബ്വിയസ് ആംഗിൾ കട്ട് ചെയ്ത് പെപ്രയുടെ ഒരു ക്ലിനിക്കൽ ഫിനിഷ്. അതായിരുന്നു ട്രിഗറിംഗ് പോയിന്റ്. പിന്നെ പെപ്രയുടെ വർക്ക് റേറ്റ് കളത്തിൽ കാണാൻ തുടങ്ങി. ഇന്നലെ മുംബൈക്കെതിരായ കളി നമ്മുടെ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. മുംബൈ ഫുട്ബോൾ അറീനയിൽ നടന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ജയിച്ചത് ഫിസിക്കൽ ഗെയിം കൂടിക്കൊണ്ടാണ്. റോസ്റ്റിൻ ഗ്രിഫിത്സ് പ്രബീർ ദാസിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് നമുക്ക് അഭിമാനക്ഷതമായിരുന്നു. ആ മുംബൈ സ്വന്തം നാട്ടിലേക്ക് വരുന്നു. കളിക്ക് മുൻപേ നരകത്തിലേക്ക് വരാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഗ്രിഫിത്സിന്റെ വെല്ലുവിളി. ഗ്യാലറി നിറഞ്ഞു. വെല്ലുവിളി ടിഫോകളും ചാൻറ്റുകളും ഉയർന്നു. അതിൽ കാര്യമില്ല, കളി ജയിക്കണം. തുടക്കം മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക്. 11-ാം മിനിറ്റിൽ മാർക്ക് ചെയ്ത ഡിഫൻഡറെ സമർത്ഥമായി വെട്ടിയൊഴിഞ്ഞ് ഇടതുപാർശ്വത്തിലൂടെ കുതിക്കുന്ന പെപ്ര. ആ ഡിഫൻഡറുടെ പേര് റോസ്റ്റിൻ ഗ്രിഫിത്സ്. എവേ മാച്ചിൽ പ്രബീറിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച, പിന്നീട് നമ്മളെ വെല്ലുവിളിച്ച അതേയാൾ. മസിൽ പുൾ ചെയ്ത് ഗ്രിഫിത്സ് സ്ലോ ആകുമ്പോൾ പെപ്ര ബോക്സിലേക്ക്. സമാന്തരമായി ബോക്സിൽ ഡയമൻറ്റക്കോസ്. പെപ്രയുടെ ഒരു ഇഞ്ച് പെർഫെക്റ്റ് പാസ്. ഫസ്റ്റ് ടച്ചിൽ സ്പേസ് ഉണ്ടാക്കുന്ന ഡയമൻറ്റക്കോസിന്റെ 2-ാം ടച്ചിൽ പന്ത് വല തുളച്ചു. ബെസ്റ്റ് പോസിബിൾ ആംഗിളിൽ നിന്ന് ആ ഫിനിഷ് കണ്ട് തല കുനിക്കുന്ന ഗ്രിഫിത്സിന്റെ ഫ്രെയിം നമുക്ക് കാലത്തിന്റെ കണക്ക് പറച്ചിലായി. നമ്മൾ ഗോളാഘോഷിക്കുമ്പോൾ ഗ്രിഫിത്സ് പരുക്കേറ്റ് പുറത്തേക്ക്. കളത്തിൽ പിന്നെയും കൂടുതൽ നമ്മളായിരുന്നു. ഇടയ്ക്ക് ചില മുംബൈ അറ്റാക്കുകൾ. പക്ഷേ നമ്മുടെ പഴയ താരം പെരേര ഡിയാസിനെ ട്രിൻജിച്ച് പോക്കറ്റിലിട്ടിരിക്കുന്നതിനാൽ ആക്രമണങ്ങൾ ഫൈനൽ തേർഡിൽ ചീറ്റി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പെപ്രയിൽ നിന്ന് തുടങ്ങിയ ഒരു അറ്റാക്കിനൊടുവിൽ ഗോൾ കീപ്പർ സ്ഥാനം തെറ്റി നിന്ന പോസ്റ്റിലേക്ക് രാഹുൽ തൊടുത്ത ഫസ്റ്റ് ടൈം ഫിനിഷ് സെന്റിമീറ്റർ വ്യത്യാസത്തിൽ പുറത്തേക്ക്. അടുത്ത മിനിറ്റിൽ പെപ്രയുടെ ഒരു പെർഫെക്റ്റ് ത്രൂ ബോൾ വലതുപാർശ്വത്തിലൂടെ ഡയമൻറ്റക്കോസ് ബോക്സിലേക്ക്. സമാന്തരമായി പെപ്രയും. പെപ്രയെ മാർക്ക് ചെയ്ത് ബോക്സിൽ 2 ഡിഫൻഡർമാർ. ആകെ ബോക്സിൽ 5 പേർ പെപ്രയെ വളഞ്ഞിരിക്കുന്നു. ഡയമൻറ്റക്കോസിന്റെ പാസ്. 3 പേർ പെപ്രയെ ബ്ലോക്ക് ചെയ്യുന്നു. ടേൺ, ഷോട്ട്, ഗോൾ. ചെന്നൈയിനെതിരായ ഗോളിന്റെ കോപ്പി പേസ്റ്റ്. ഇത്തവണ നിലം പറ്റെ ഒരു സബ്ലൈം ഫിനിഷ്. നിസ്സഹായരായി നിൽക്കുന്ന 4 മുംബൈ ഡിഫൻഡർമാർക്കിടയിൽ പെപ്രയുടെ നൃത്തച്ചുവടുകൾ. 2-ാം പകുതിയിൽ മുംബൈ ഇരച്ചെത്തി. അവിടെയും പെപ്രയുണ്ടായിരുന്നു. പന്ത് ക്ലിയർ ചെയ്യാൻ, ഫിസിക്കൽ ഡ്യുവലുകൾ വിൻ ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ. ഇതിനിടയിലും അദ്ദേഹം ചില അവസരങ്ങൾ ഒരുക്കിയെടുത്തു. റിലൻഡസ്. ഒരു സെക്കൻഡ് മുംബൈക്ക് സമാധാനം കൊടുക്കാതെ കളത്തിൽ നിറഞ്ഞു നിന്നു പെപ്ര. ഹീറ്റ് മാപ്പ് നോക്കിയാൽ ഇത് കൃത്യമറിയാം. അതുകൊണ്ട് തന്നെ കളിയിലെ മാൻ ഓഫ് ദി മാച്ചും പെപ്ര തന്നെയായിരുന്നു. ഡ്രിൻജിച്ച്, ലെസ്കോവിച്ച് എന്നിവർ ഡിഫൻസിലും ഐമൻ, വിപിൻ, അസ്ഹർ എന്നിവർ മധ്യനിരയിലും നിറഞ്ഞു കളിക്കുകയാണ്. ഒരു സഹൽ പോയപ്പോൾ നമുക്ക് കിട്ടിയത് 3 സഹലുമാരെയാണ്. ഇവാന് കീഴിൽ ഡാനിഷ് ഫാറൂഖിയും ഏറെ മെച്ചപ്പെട്ടു. ഓൾ ഹെയിൽ ഇവാൻ വുക്കുമാനോവിച്ച്.